ക്യാപ്റ്റനും സംസ്ഥാന കമ്മിറ്റി അംഗം സഹ വത്സൻ പനോളി മാനേജരും സഹ അനുശ്രീ അംഗവുമായ ജാഥ കൊട്ടാരക്കര ചേർന്നിരിക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സഖാവ് കെ ജോൺസനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കൾ, CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടക്കുന്ന കൊല്ലം ആശ്രാമം മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ ഇന്ന് വൈകുന്നേരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള രക്തപതാകയാണ്. 1-ാം തീയതി വൈകുന്നേരം അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾ മഠത്തിൽ അബുവിൻ്റെയും ചിരികണ്ഠൻ്റെയും കുഞ്ഞമ്പുവിൻ്റെയും അബൂബക്കറിൻ്റെയും അനശ്വര സ്മരണകളിരമ്പുന്ന തേജസ്വനി തീരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും CPIM സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളെ ഏൽപ്പിച്ച് കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി അല്പം മുൻപ് ഏനാത്ത് വെച്ച് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുകയും ഇപ്പോഴിവിടെ കൊട്ടാരക്കരയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും പുറപ്പെട്ട ദീപശിഖ ജാഥകളും അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അനുസ്വരരായ ശൂരനാട് രക്തസാക്ഷികളുടെ ഓർമ്മകൾ തുടിക്കുന്ന ആ മണ്ണിൽ നിന്നും ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊടിമര ജാഥയും വയലാറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ച പ്രധാന ദീപശിഖ ജാഥയുമെല്ലാം ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കുകയാണ്. കേരളം പ്രതീക്ഷാപൂർവം കാതോർത്ത് കാത്തിരിക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ പാർട്ടിയെയും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തെയുമെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കേരളീയരും മലയാളികളും ഏറെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ നവകേരളത്തിൻ്റെ രൂപരേഖ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ്. നവകേരളത്തിൻ്റെ രൂപരേഖ ചർച്ച ചെയ്യാനിടയായ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം വിശദമായിട്ടൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നട്ടുച്ച സമയമാണിത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, നിലവിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 8-9 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് സർവതല സ്പർശിയായ വികസനത്തിന്റെ പുതിയൊരു ഉയരങ്ങളിലേക്കാണ് കേരളത്തെ ആനയിച്ചിട്ടുള്ളത്. വൻകിട പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികളും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു വികസന സംസ്കാരമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. ഈ നേട്ടങ്ങളെല്ലാം അനുഭവിക്കുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു 3-ാം ഊഴം നൽകണം എന്ന അഭിപ്രായമാണ് ശക്തിപ്പെട്ടു വരുന്നത്. ആ അഭിപ്രായം, ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്ന വർഷമായി 2026 മാറും എന്ന കാര്യം ഉറപ്പാണ്. 2026-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർച്ചയായി 3-ാം ഊഴം ലഭിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തന പദ്ധതികൾക്ക് ദിശാബോധം നൽകുന്നതായി നവകേരളത്തിന്റെ രൂപരേഖ മാറും. ആ സവിശേഷ പ്രാധാന്യം കൂടി ഈ സംസ്ഥാന സമ്മേളനത്തിനുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. വിവിധ ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇവിടെ എത്തിയ ഈ പതാക ജാഥയ്ക്ക് ഈ തിളച്ചുമറിയുന്ന വേനൽ ചൂടിലും ജ്വലിച്ചുയരുന്ന സമരാവേശം കൊണ്ട് ചൂടിനെ കീഴ്പ്പെടുത്തി സ്വീകരിക്കാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ജാഥയുടെ മാനേജർ സഖാവ് വത്സൻ പനോളി, ജാഥ അംഗം അനുശ്രീ, അവർക്കെല്ലാം വേണ്ടി ഈ അവിസ്മരണീയവും സ്നേഹനിർഭരവുമായ സ്വീകരണം നൽകിയ കൊട്ടാരക്കരയിലെ സഖാക്കളോട് നന്ദി പറയുന്നു. ഈ ഒരു പ്രത്യേക സമയമായതുകൊണ്ട് മറ്റു സഖാക്കൾ ഇവിടെ സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, അഭിവാദ്യം.
സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ധീരനായ രക്തസാക്ഷി സഖാവ് അബ്ദുൽ മജീദിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ റാലിയും അനശ്വരനായ രക്തസാക്ഷി സഖാവ് തങ്ങൾകുന്നിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ റാലിയും ഓട്ടാത്തല സുരേന്ദ്രൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ റാലിയും തടിക്കാട് അഷ്റഫിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ദീപശിഖ റാലിയും ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി തൃക്കണ്ണമംഗൽ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി തൃക്കണ്ണമംഗൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എസ് ഗോപാൽ മോഹനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 3 മാസക്കാലമായി കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ്. 6 മുതൽ 9 വരെ കൊല്ലത്ത് സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. അനശ്വരനായ രക്തസാക്ഷി സഖാവ് അബ്ദുൽ മജീദിന്റെയും സഖാവ് തങ്ങൾകുന്നിന്റെയും ബലികുടീരത്തിൽ നിന്ന് 2 ദീപശിഖ റാലികളാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. 30 വർഷത്തിന് ശേഷം കൊല്ലത്തെത്തുന്ന സമ്മേളനം, പാർട്ടി സംസ്ഥാന സമ്മേളനം അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി ഇന്ന് സമാരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം പൊതുസമ്മേളന നഗറിൽ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സാവ് KN ബാലഗോപാൽ പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ സമ്മേളനത്തിൻ്റെ സംഘടനാപരമായ നടപടികൾ ആരംഭിക്കും. ഇതിനു മുമ്പ് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കൊല്ലത്ത് ആശ്രാമ മൈതാനിയിൽ നടക്കുന്ന പ്രൗഢോജ്വലമായ പ്രദർശനങ്ങൾ, ഒപ്പം തന്നെ ഇതിനു മുമ്പ് കഴിഞ്ഞ 2 മാസക്കാലമായി കൊല്ലം ജില്ലയുടെ മുക്കിലും മൂലയിൽ നടന്നിട്ടുള്ള സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പരിപാടികൾ, സ്പോർട്സുകൾ, സാംസ്കാരിക പരിപാടികളെല്ലാം കൊല്ലം ജില്ലയിലെ നമ്മുടെ സഖാക്കൾ, സാധാരണ ജനങ്ങൾ ഈ സമ്മേളനം അവർ സ്വയം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഈ പ്രസ്ഥാനത്തിന്റെ വഴിത്താരയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന 23 സഖാക്കളെയാണ് കൊല്ലം ജില്ലയിൽ വർഗീയവാദികളും ഭരണപക്ഷ വിഭാഗത്തിലെ ആളുകളും എല്ലാം ചേർന്ന് മൃഗീയമായി കൊലപ്പെടുത്തിയത്. ആ 23 രക്തസാക്ഷികളുടെ ബലികുടീരത്തിൽ നിന്നും സമ്മേളന നഗറിലേക്ക് 23 ദീപശിഖ പ്രയാണങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്.